മറിയും മറിയും. ഹലോ, ഞാനിന്ന് വേറെ സ്ഥലം വരെ പോയതാണ്. അപ്പം തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുന്ന പോക്കാം. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഫസ്റ്റ് കയറുമ്പം തന്നെ കുറേ വാഹനങ്ങൾ. ഇതെന്താ ഇങ്ങനെ? ഞാൻ കുറേ സമയം ചിന്തിച്ചു. കാരണം അത്രയും വണ്ടികളായിരുന്നു. ബ്ലോക്കായിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ഇതുവഴിയാണ് വീട്ടിലേക്ക് പോകേണ്ടത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ എൻ്റെ വീട്. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴി മൊത്തം ആൾക്കാർ. ഇത്രയും ആൾക്കൂട്ടം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ആകെ ഉണ്ടാകുന്നത് പൂരോത്സവം എന്ന സമയത്ത് മാത്രമാണ്. പക്ഷെ ഇന്ന് പൂരമല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ആൾ? അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ടല്ലോ. എന്നാൽ പിന്നെ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അതുവഴി അങ്ങോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇത്രയും സമയം ബ്ലോക്കായിരുന്നു, ഫുൾ ബ്ലോക്കായിരുന്നു. എന്നിട്ട് ഞങ്ങൾ മെല്ലെ വണ്ടിയെടുത്ത് അങ്ങോട്ട് നീങ്ങി. അതുകൊണ്ട് ഇത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട, ഇതേത്തെ ആൾക്കാർ ഇത്രയും. അപ്പോൾ ഒരു ചായക്കടയും അവിടെ കുറച്ച് പലഹാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായൊരു സ്ഥലമാണ്. മാടായിപ്പാറ എന്ന് പറയും. മാടായിപ്പാറ ഇഷ്ടം പോലെ കാക്കപ്പൂ ഉള്ള സ്ഥലമാണിത്. ഞാൻ ആദ്യം വിചാരിച്ച കാക്കപ്പൂ കാണാൻ ആൾക്കാർ വന്നതാണ്. അപ്പോൾ അതല്ല, നമ്മുടെ കേരളത്തിൽ ഇന്ന് നടന്നുകൊടുക്കുന്നൊരു വലിയ ദുരന്തമാണ് വയനാടൻ ദുരന്തം. ആ വയനാടൻ മക്കൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ കോയിൽപറ്റം ചെറുപ്പക്കാർ ചേർന്ന് ഇന്ന് നടത്തുന്ന ഒരു ചലഞ്ചാണ് ചായക്കട. ആ ചായക്കടയിലെ കുറച്ച് കാഴ്ചകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ചായക്കട തുടങ്ങിയതേ ഉള്ളൂ ആ സമയത്ത് ഇത്. പക്ഷേ തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞത്. ഇത് മാടായിപ്പാറയാണ്. ശരി, ഞാൻ ഒരുപാട് വീഡിയോകൾ ഈ മാടായിപ്പാറിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് കാണാൻ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. കാരണം ഒരുപാട് കാക്കപ്പൂ വിരിയുന്ന സമയമാണിത്. ആ കാക്കപ്പൂവിൻ്റെ വീഡിയോ കാണാനാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ DYFIൻ്റെ വയനാട് മക്കൾക്ക് വേണ്ടിയുള്ള ഒരു ചായക്കട, അതിലൊരുപാട് ആൾക്കാർ, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. ഞാൻ ഇതുവരെ ഇത്രയും ആൾക്കാരെ ഈ പരിസരത്ത് ഞങ്ങളെ ഈ നാട്ടിൽ കണ്ടിട്ടില്ല. പക്ഷേ ഏറെ സന്തോഷം തോന്നിയത് വയനാടിൻ്റെ മക്കൾക്ക് വേണ്ടി ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നല്ലോ എന്നില്ല. ഭയങ്കര സന്തോഷമുണ്ട്. അത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പങ്കാളിയായത് ഏറെ സന്തോഷം. ഇത് കണ്ടില്ലേ, ഇവർ എന്തൊരു ഉത്സാഹമാണെന്നോ ഈ പരിപാടി. നിഴലാടും പോയി ഇരുകാലം കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പ് പോൽ കുളിർക്കാറ്റു പോലെ ചൂടി വന്നോളെ. സമയം ഇരുട്ടി തുടങ്ങിയിട്ടും ഒരാൾക്കും പോകണം എന്നില്ല ഒരു ഇതും ഉണ്ടായില്ല. കാരണം അത്ര ആൾക്കാർ വന്ന് ചായ കുടിക്കുന്നു, കഴിക്കുന്നു, അവർക്കിഷ്ടമുള്ള തുക നൽകുന്നു. പാട്ട് പാടാനായി കുറേ ആൾക്കാർ മുന്നോട്ട് വന്നു. അവരുടെ പാട്ടുകൾ ആസ്വദിച്ചു. എത്ര ആൾക്കാരെന്നറിയോ? നല്ലൊരു എനർജിയുള്ളൊരു പരിപാടിയായിരുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങൾക്ക് ഇത്രയും ഇത് വഹിച്ച എത്ര ആൾക്കാരാണ്.
ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളെ നാട്ടിലില്ല ആൾക്കാർക്ക് സംഭവിച്ചതുപോലെ തന്നെ വയനാടായാലും ആ വിഷമം നമ്മളും കൂടി വിഷമമായി കണ്ട് എല്ലാവരും ഈ പരിപാടിയിൽ അണിനിരക്കുകയും നമ്മുടെ നാട്ടിനെ ഒരു മഹാസംഭവമാക്കി മാറ്റുകയും ചെയ്യുകയാണ് ചെയ്തത്. സന്ധ്യയിരട്ടായി എന്നീ ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ എത്തുമ്പോ ചൂടിക്കുവാൻ ഒരു മുറി